നമസ്കാരം. കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിന് കീഴിൽ ജനങ്ങൾ ഒരിക്കലും ഭദ്രമല്ലെന്ന് വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കുറെ ഉദാഹരണങ്ങൾ കർണാടകയിൽ ഇതിനുള്ളിൽ തന്നെ അരങ്ങേറിക്കഴിഞ്ഞു. ഇപ്പോൾ ബലഗാവിയിൽ ദളിത് യുവതിയെ ആക്രമിച്ച് നഗ്നയാക്കി പരേഡ് നടത്തിയ സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കർണാടക സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് ഭരണത്തിൽ SC/ST വിഭാഗങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടെന്നും അവർ വ്യക്തമാക്കി. സമൂഹ മാധ്യമമായ എക്സിൽ ചെയ്ത ഒരു പോസ്റ്റിൽ സീതാരാമൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഒരു ന്യായവും കിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും സമീപകാലം വരെ ദളിതർക്കെതിരായ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ അതേ ഗണത്തിൽ പെടുന്നതാണെന്നും കർണാടകയിലെ ബെൽഗാവിയിലെ സമീപകാല സംഭവവും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നോക്ക സമുദായങ്ങൾ ഈ പുണ്യപുരാതന പാർട്ടിയുടെ വെറും വോട്ട് ബാങ്ക് മാത്രമായി ബഹുമാനപ്പെട്ട ദളിത് സഹോദരങ്ങൾ മനസ്സിലാക്കണമെന്നും നിർമ്മല സീതാരാമൻ പറയുകയുണ്ടായി. സംഭവവുമായി ബന്ധപ്പെട്ട് BJP അധ്യക്ഷൻ JP നദ്ദ 5 അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചു. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു ശേഷം കൃത്യമായ ഇടവേളകളിൽ ഇത്തരം ഹീനമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നുണ്ടെന്നും സംഭവം രാജ്യത്തിനാകെ നാണക്കേട് ഉണ്ടാക്കുന്നതെന്നും നദ്ദ കൂട്ടിച്ചേർത്തു. നദ്ദ രൂപീകരിച്ച സമിതിയിൽ BJPയുടെ വനിതാ MPമാരായ അപ്രജിത സാരംഗി, സുനിത ദുഗൽ, ലോക്കറ്റ് ചാറ്റർജി, രഞ്ജിത കോലി, ആശാ ലക്ര എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. സംഭവസ്ഥലം സന്ദർശിച്ച് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കർണാടകയിൽ ഡിസംബർ 11 ബലഗാവിയിലെ വൻമൂരി ഗ്രാമത്തിലാണ് രാജ്യത്തെ മൊത്തം നാണക്കേടിലാക്കിയ സംഭവം നടന്നത്. മറ്റൊരാളുമായി വിവാഹ നിശ്ചയം നടത്താൻ പോകുന്ന പെൺകുട്ടിയുമായി ഇവരുടെ മകൻ ഒളിച്ചോടിയതിനെ തുടർന്ന് രോഷാകുലരായ ചില സ്ത്രീയെ ആക്രമിക്കുകയും നഗ്നമായി പരേഡ് ചെയ്യുകയും വൈദ്യുത തൂണിൽ കെട്ടിയിടുകയും ചെയ്തിരുന്നു. നിലവിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന മറ്റ് 8 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് നൽകുകയും 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും രംഗങ്ങൾ അരങ്ങേറുമ്പോഴും വെറും നോക്കുകുത്തിയായി നിൽക്കുകയാണ് കോൺഗ്രസ് സർക്കാർ. ഇങ്ങനെയാണ് മുന്നോട്ട് പോവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോൺഗ്രസ് സർക്കാർ രാജിവെച്ച് പുറത്തു പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.